പോവാ. നേരത്തെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാൻ അറിയുള്ളൂ? കറേജ്. ഓക്കെ. അപ്പൊ ചുവപ്പ് നിറത്തിന് എന്താ പറയാ? റെഡ്. ഓക്കെ, കറക്റ്റ്. നല്ല കുട്ടി. അപ്പൊ നീല നിറത്തിന് എന്ത് പറയും? അപ്പൊ നിങ്ങളത്തിന് എന്ത് പറയും? ഓക്കെ, നല്ല കുട്ടി. മതി. ഇനി നമുക്ക് എന്തായാലും കണക്ക് പഠിക്കാം. കണക്ക് ഇഷ്ടല്ലേ? കണക്ക് കണക്ക് കണക്ക്. അപ്പൊ കണക്ക് ഇംഗ്ലീഷ് എന്താ പറയാൻ അറിയില്ലേ? മാച്ചസ് മാച്ചസ്. എടി മാച്ചസ് മാച്ചസ് നല്ല കണക്കിന് പറയും. മാത്യൂസ്. അപ്പൊ കണക്ക് തപ്പി ചോദിക്കാം. എനിക്ക് പറയില്ലേ? 2 into 2 4. ഓക്കെ, 3 into 3 9. അങ്ങനെയാണെങ്കിൽ 1929 ഇൻറ്റു 1349 എത്രയാ? 50. എളുപ്പമുള്ളതൊക്കെ ടീച്ചർ ബയോളജി. ബയോളജി എന്ന് വെച്ചാൽ എന്താ? ചരിത്രം. പക്ഷി ഏതാ? എനിക്ക് കാക്ക. കാക്കനിക്ക് എന്ത് ഇഷ്ടമാണല്ലോ? നമ്മുടെ സംസ്ഥാന പക്ഷിയെ കാക്ക. സംസ്ഥാന പക്ഷി അല്ല, ജില്ലാ പഞ്ചായത്തിന്റെ പക്ഷി. ജില്ലാ പഞ്ചായത്തിന്റെ ആണോ? ടീച്ചറെ ഗ്രാമപഞ്ചായത്തിന്റെ പക്ഷി. വെരി ഗുഡ്, നല്ല കുട്ടി. കാക്കയെ കുറിച്ച് 5 സെന്റൻസ് പറയൂ. കാക്കയ്ക്ക് നിറം കറുപ്പാണ്. ഓക്കെ. പിന്നെ കാക്കയ്ക്ക് നീണ്ടൊരു ശുണ്ടുണ്ട്. തെറ്റി, ശുണ്ടല്ല, കാക്കയ്ക്ക് നീണ്ടൊരു കുട്ടുണ്ട്. പിന്നെ കാക്കയ്ക്ക് 2 കാലുണ്ട്. കാക്കയ്ക്ക് 2 ചിറകുണ്ട്. പിന്നെ എനിക്കറിയാം ചിറകിന്റെ ചെറിയ ഇത്രയും ചെറിയ മഴ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അറിയാം കുട്ടിക്ക്? നമ്മൾ ഈ മഴവെള്ളമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കണം. അപ്പൊ അതൊരു ഉണ്ടയായിട്ട് മഴ വെക്കും. മഴ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത്. പിന്നെ മഴ ഉണ്ടാക്കുന്നത് എങ്ങനെ? അതാണോ കേട്ടോ? കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കുന്ന ടീച്ചർ. എന്നോട് ചോദിക്കരുത്. ഒരു ഉച്ചയേക്കാൾ നേരത്ത് നമ്മുടെ അറബിക്കടലിലെ വെള്ളമൊക്കെ അങ്ങനെ മടക്കും മേലോട്ട് പോയി കാറ്റിന്റെ ഒക്കെ അങ്ങനെ വന്ന് നമ്മുടെ ലോനപ്പഞ്ചായത്തിന്റെ കടയിൽ ഒരു പരിപ്പുകളൊക്കെ കഴിച്ച് കേരളത്തിൽ വന്ന് കാക്കൊക്കെ കൂടി അങ്ങനെ താഴോട്ട് വീട്. അങ്ങനെ ടീച്ചറെ മഴ ഉണ്ടാവണേ. ഇനി നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനിയും മനസ്സിലാച്ചോ? ടീച്ചറെ ഒരു സംശയം. ടീച്ചറെ തന്നെ ഇത്രയൊക്കെ പഠിപ്പിച്ചില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം ടീച്ചർക്ക് എഴുതാൻ പറ്റുമോ? പിന്നെ ടീച്ചർമാരെന്ന് വെച്ചാൽ എല്ലാ സംഭവം എന്ത് പറഞ്ഞാൽ ഞാൻ എഴുതാം. ശരി, എന്നെ ടീച്ചർ എഴുതുകയാണേ. ഒരിക്കൽ ഒരു കാലവണ്ടിക്കാരനും കാലമണിയും പോവുകയായിരുന്നു. ഇടയ്ക്ക് കാല നിന്നു. അപ്പോൾ കാലവണ്ടിക്കാരൻ കാലയോട് എടാ കാലേ ഒരിക്കൽ കാലവണ്ടിക്കാരൻ കാലയുമായി പോവുകയായിരുന്നു. ഇടയ്ക്ക് കാലം നിന്നു. അപ്പോൾ കാലവണ്ടിക്കാരൻ കാലയോട് കാലേ പറ്റില്ലല്ലോ. ഒരു കാര്യം കാര്യമില്ല. ഇപ്പൊ നിന്നെ പഠിപ്പിച്ചിട്ട് ഇത്രയും പുതിയ കഴുതന്നെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.